ടെക്സ് ആൻഡ് കിഡ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കാൽസ്യം സോഫ്റ്റ്വെയർ എന്ന പാഠഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇന്ന് മക്കളെ പരിചയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. കാൽസ്യം സോഫ്റ്റ്വെയറിൽ മൂലകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്താൻ ഫസ്റ്റ് കാൽസ്യം സോഫ്റ്റ്വെയർ തുറക്കുക. ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ കാൽസ്യം എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോഡിയം എന്ന മൂലകത്തിൻ്റെ പേരും അതിൻ്റെ പ്രതീകവും അറ്റോമിക നമ്പറും മനസ്സിലാക്കുന്നതിന് വേണ്ടി NAയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നേരത്തെ ടെക്സ്റ്റിൽ കണ്ടതുപോലെ ഡാറ്റ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടന ദൃശ്യമാക്കുന്നതിന് വേണ്ടി ആറ്റം മോഡൽസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാണ് സോഡിയത്തിൻ്റെ ആറ്റത്തിൻ്റെ ഘടന. ഇതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 11. ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. മിസെല്ലേനിയസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മൂലകം കണ്ടെത്തിയ വർഷവും അത് ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് ഓരോ മൂലകത്തിൻ്റെയും ഉപയോഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചിത്രം കാണുന്നതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ സ്കീമിൽ ഐക്കണിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കാണുന്നത് H, അതായത് ഹൈഡ്രജനും ബഹിരാകാശ വാഹനവും. ഈ ചിത്രത്തിൽ H എന്ന പ്രതീകവും ഒരു ബഹിരാകാശ വാഹനവും കാണാം. ഇവിടെ നമുക്ക് H എന്ന പ്രതീകവും ഒരു ബഹിരാകാശ വാഹനവും കാണാം. ബഹിരാകാശ വാഹനങ്ങളിലെ ഇന്ധനമായി ദ്രവരൂപത്തിലുള്ള ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ എല്ലാ മൂലകങ്ങളുടെയും ഉപയോഗം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടേബിൾസിൽ ക്ലിക്ക് ചെയ്ത് ലോങ് പീരിയോഡിക് ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോങ് പീരിയോഡിക് ടേബിൾ ദൃശ്യമായതായി കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ മൂലകത്തിൻ്റെയും ഉപയോഗം ഈ ചിത്രത്തിലൂടെ ദൃശ്യമാക്കാൻ സാധിക്കും. കാൽസ്യം സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആറ്റം മാതൃക ദൃശ്യമാക്കിയതിന് ശേഷം കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഐക്കണിക് വ്യൂ കണ്ടതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളുടെയും അവയുടെ പ്രധാന ഉപയോഗത്തിൻ്റെ സൂചന തരുന്ന പ്രതീകങ്ങളായിട്ടാണ് അവ കണക്കാക്കുന്നത്. അവയുടെ സ്ക്രീൻഷോട്ടും എടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത് സേവ് ആകുന്നത് ഹോമിലെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ടിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിലുള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും
ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.